ഹലോ ആൻഡ് വെൽക്കം ടു ബിൻസി സോമേഡ്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്ത് കാണിക്കുന്നത് ഒരു പുഡിംഗ് റെസിപ്പിയാണ്. പുഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നത് നുറുക്ക് ഗോതമ്പ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. നുറുക്ക് ഗോതമ്പ് എടുക്കുമ്പോൾ അത് വലിയ തരിയുള്ളതാണെങ്കിലും ചെറിയ തരിയുടെ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഏതാണെങ്കിലും പ്രശ്നമില്ല. 1 കപ്പ് തന്നെ എടുത്താൽ മതി. എന്നിട്ട് അത് ആദ്യം തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഒരു 2-3 തവണ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇപ്പോൾ ഞാനിത് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്ന 1 കപ്പ് നുറുക്ക് ഗോതമ്പിന് ഞാൻ 1 കപ്പ് വെള്ളം തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊരു 2 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് കുതിരാനായിട്ട് വെക്കണം. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നുറുക്ക് ഗോതമ്പൊക്കെ ഈ വെള്ളത്തിൽ കിടന്ന് നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാനിത് കുതിരാൻ വെച്ചിരിക്കുന്ന ആ 1 കപ്പ് വെള്ളത്തോട് കൂടിയിട്ടാണ് ഇത് അരയ്ക്കാൻ പോകുന്നത്. അതുപോലെ പുഡിംഗ് ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൈന ഗ്രാസ് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനിപ്പോൾ 10 ഗ്രാം ചൈന ഗ്രാസാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് കുതിരാനായിട്ട് വെക്കണം. നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന നുറുക്ക് ഗോതമ്പ് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. നമ്മളതിൻ്റെ വെള്ളം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. നുറുക്ക് ഗോതമ്പിൻ്റെ ആ തരികളൊക്കെ നമ്മുടെ പുഡിങ്ങിലുണ്ടെന്ന് വെച്ചാൽ അത് കഴിക്കാൻ അത്രയ്ക്ക് രസം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഒരു അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ടാണ് അതിൻ്റെ വെള്ളം പോലെയുള്ള ആ ഒരു പോർഷൻ മാത്രമാണ് നമ്മൾ എടുക്കുന്നുള്ളൂ. ചൈന ഗ്രാസ് ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ വെള്ളത്തിൽ നല്ലപോലെ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് ഉരുക്കിയെടുക്കണം. അതേസമയം തന്നെ നമുക്കിവിടെ മറ്റൊരു പാനിൽ നേരത്തെ നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നുറുക്ക് ഗോതമ്പിൻ്റെ ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മളിങ്ങനെ 2 തവണയായിട്ട് അരിച്ചെടുക്കുന്നത് കൊണ്ട് ഇതിലെ ചെറിയ തരികൾ വരെ പോയി കിട്ടും. ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുറുക്കിയെടുക്കാനായിട്ട്. ഇതിൽ നുറുക്ക് ഗോതമ്പിൻ്റെ ചെറിയ അംശം ഉള്ളത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ കട്ടിയാവാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ചൈന ഗ്രാസ് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലെന്ന് പറയാൻ കാരണം അതാണ്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മധുരത്തിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് ചെറുതായി കുറുകി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാം. ചൈന ഗ്രാസ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മളിത് തുടരെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് അടിയിൽ നിന്നുള്ള ചൂട് കാരണം കൊണ്ട് പെട്ടെന്ന് തന്നെ കട്ട പിടിച്ചു തുടങ്ങും. ഇപ്പോൾ ഈ മിക്സ് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നമ്മൾ നുറുക്ക് ഗോതമ്പൊക്കെ ഡയറക്റ്റ് നമ്മൾ കുതിർത്തെടുത്ത് അരച്ച് ചേർത്തിട്ടുള്ളതായതുകൊണ്ട് അതിൻ്റെ ഒരു മണമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വാനില എസൻസ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഈ പുഡിങ്ങിനകത്ത് ഫുഡ് കളറൊന്നും ചേർക്കാത്തതുകൊണ്ട് ഇതുപോലെ വൈറ്റ് കളറിലായിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്കിപ്പോൾ നല്ല കളർഫുള്ളായിട്ടുള്ള പുഡിങ്ങാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സ്റ്റേജിൽ തന്നെ ഇതിനകത്തേക്ക് പിങ്കോ അല്ലെങ്കിൽ യെല്ലോയോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഷെയ്ഡിലുള്ള ഫുഡ് കളർ കുറേശ്ശെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കളർഫുള്ളായിട്ടുള്ള പുഡിങ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇത് നമ്മൾ അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കുന്നത് വരെ നമ്മൾ കൈ എടുക്കാതെ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയിൽ കട്ടയായി തുടങ്ങും കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഇതിന് മുമ്പ് നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നിങ്ങളിൽ കുറേ പേരെങ്കിലുമൊക്കെ അത് കണ്ടിട്ടുണ്ടാകും. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണേ. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അത് നമുക്ക് മസാലക്കറിയുടെ കൂടെയും നാളികേരപ്പാലിൻ്റെ കൂടെയും അങ്ങനെ ഏത് കോമ്പിനേഷൻ വെച്ചിട്ടും നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. കുറേ പേരൊക്കെ അത് കണ്ടു നോക്കിയിട്ട് അത് നന്നായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ നമ്മുടെ പുഡിംഗ് മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ഫോമിലായിട്ടുള്ള തിക്ക് കൺസിസ്റ്റൻസിയിൽ വേണം ആക്കിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചൂടാറി കഴിയുമ്പോൾ നല്ലപോലെ സെറ്റായി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 പാത്രത്തിലായിട്ട് ഇത് ഒഴിച്ച് വയ്ക്കാം. ഞാനിപ്പോൾ ഇതുപോലെ 2 പാത്രങ്ങളിലായിട്ട് ഇത് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ നല്ലപോലെ ഒന്ന് സെറ്റായി പുഡിംഗ് ടെക്സ്ചറിലായി കിട്ടും കേട്ടോ.
ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് ചെറി, കാഷ്യൂനട്ട്, ചോക്കോ ചിപ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇത് നന്നായി ചൂടാറി കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. കൂടാതെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. പിന്നെ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താലേ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.